ഈ ലഡു എടുത്ത് കഴിച്ചോട്ടെ. കഴിച്ചോ, എന്നിട്ട് വെള്ളവും കുടിക്കും. ഒരുപാട് കുടിക്കേണ്ടി വരും. എന്താ പ്രശ്നം? തന്റെ മോന്റെ എക്സാം കഴിഞ്ഞു. ഞാൻ അവന്റെ പേപ്പർ നോക്കി. ഞാൻ അവന്റെ സാറാ. ഉള്ള കാര്യം പറയാലോ. അവന്റെ ആൻസർ പേപ്പർ വെച്ച് മിനിമം ഒരു 30 ബുൾസൈ അടിക്കാം. അതെന്താ? അതിൽ അത്രയും മുട്ടയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ അത്രയും മുട്ടയിട്ട് വെച്ച തന്നെ പിടിച്ച് അൽഫാം അടിക്കാലോ. താൻ തന്റെ മോനെ സപ്പോർട്ടായിട്ടല്ലേ പറയുള്ളൂ. പക്ഷെ ഉള്ള കാര്യം പറയാലോ. എന്റെ അടുത്ത് ഒരാൾ ഒരു ടോയ്ലറ്റ് പേപ്പറും തന്റെ മോന്റെ ആൻസർ പേപ്പറും കൊണ്ടുവന്ന് തന്ന ഞാൻ ടോയ്ലറ്റ് പേപ്പർ എടുക്കുള്ളൂ. കാരണം എന്താണെന്നറിയോ? എന്താ ആൻസർ പേപ്പർ കൊണ്ട് കുറച്ച് ചന്തി മഷിയാവും പറഞ്ഞിട്ട്. എടോ, അങ്ങനെയല്ല. ടോയ്ലറ്റ് പേപ്പറിനേക്കാൾ നിലവാരം കുറഞ്ഞാണ് തന്റെ മോന്റെ ആൻസർ പേപ്പർ എന്ന്. തന്തയ്ക്ക് മോന് കഴിവില്ല. സാർ അങ്ങനെ പറയില്ലേ. സാറേ, നമ്മളൊരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ കണ്ട അത് എന്തിനാണ്, അവരെന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. ഓ, അപ്പോൾ സാറിനതില്ല, എനിക്കതുണ്ട്. ഒരു വസ്തു കണ്ട അത് എന്താണെന്നും ഒരാളെ കണ്ട അയാൾ എങ്ങനെ ഉപയോഗിക്കുമെന്നും തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ മോന് പഠിക്കാനല്ല കഴിവ്, അവന് സ്പോർട്സിലാണ്. ആണോ? ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണോ അത് തിരിച്ചറിയാനുള്ള കഴിവാണ്. അത് ഞാൻ ഓർത്തില്ല, ക്ഷമിക്കണം. തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ? ഈ പേപ്പർ വെയിറ്റിൽ ഉണക്കമുന്തിരി ഉണ്ടാവോ? ഇല്ല. വലിച്ച് ഞാൻ ലഡു എന്ന് വിചാരിച്ച് പേപ്പർ വെയിറ്റ് എടുത്ത് വിഴുങ്ങിയ